ഹായ്, എല്ലാവർക്കും ഫുഡ് ഫെറിയയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് കലത്തപ്പമാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് പച്ചരിയാണ്. ഒരു 1/4 കിലോ പച്ചരി 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കുതിർന്നതിന് ശേഷം കഴുകി എടുത്തു വെച്ചതാണിത്. ഇതിലേക്ക് ഇനി വേണ്ടത് ശർക്കരയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 കഷ്ണം ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വലിയ പീസാണ്, അപ്പോൾ 4 കഷ്ണം ശർക്കര എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ബൗള് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചിരകിയ നാളികേരമാണ്, അത് ഒരു ബൗളുണ്ട്. ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായി നുറുക്കി വെച്ചതാണിത്. ഒരല്പം നല്ല ജീരകം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പം ഞാൻ ഈ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. വെള്ളം ഒരല്പം 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ ശർക്കര നന്നായി ഉരുകിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുത്ത് വെക്കണം. എന്നാലേ നമുക്ക് ഇതിൽ കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഈ കൂട്ടിലേക്ക് ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര ഉരുക്കി വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരല്പം അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചോറും കുറച്ച് നാളികേരം കൂടെ ഇട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇതിലിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ബാക്കിയുള്ള അരിയും ചോറും നാളികേരും കൂടെ എടുത്തിട്ട് അരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഞാനിവിടെ അരച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ഉരുക്കിയത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നല്ല ജീരകം ഞാനിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയും നല്ല ജീരകവും കൂടെ രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് സോഡ പൗഡറാണ്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ സോഡ പൗഡർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. സോഡ പൗഡർ ഇതിൽ നന്നായി അലിഞ്ഞു ചേരണം. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയൊരു കുക്കറാണ്. അപ്പോൾ ഞാൻ ഈ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു അപ്പമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യിലാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നെയ്യ് ഞാനിവിടെ 3 സ്പൂണ് നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ബ്രൗൺ നിറമാവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറിയുള്ളി നന്നായി ഒന്ന് ബ്രൗൺ നിറമാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കൂട്ടി വെച്ചിട്ടുള്ള ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വലിയ കുക്കറായതുകൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന മാവ് മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയൊരു അപ്പമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. കുക്കറിൻ്റെ വിസിൽ എടുത്ത് മാറ്റണം. നമ്മൾ വിസിൽ വെക്കരുത്. വിസിൽ വെക്കാതെയാണ് നമ്മളത് വെക്കുന്നത്. അപ്പോൾ ഞാനിത് കുക്കർ അടച്ചു വെച്ചു. ഇനി ഒരു 15 മിനിറ്റ് സിമ്മിലിട്ടിട്ടാണ് നമുക്ക് വേവിക്കേണ്ടത്. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുക്കർ തുറന്നു കഴിഞ്ഞപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊരു വര വീണിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ അടുത്ത് കയ്യിൽ നിന്നൊരു പാത്രം തട്ടിയതാണ്. അപ്പോൾ ഒരു വര വന്നിട്ടുണ്ട് ഇവിടെ. എന്നാലും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായി വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടോ എന്നറിയാം. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റുമാണ്. അപ്പം കലത്തപ്പം റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നല്ല ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണം.